ഞാനും പണ്ട് നായനാർ പറയുന്ന പോലെ ബിട്ടാസ്, ഞാനും കുറച്ചു കാലം പത്രാധിപരായിരുന്നല്ലോ നിങ്ങളെപ്പോലെ. അതുകൊണ്ട് പത്രാധിപരായിരുന്നല്ലോ എന്നതുകൊണ്ട് അതെ, ഈ പത്രപ്രവർത്തനം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുമല്ലോ, പട്ടി മനുഷ്യനെ കടിച്ചാൽ വാർത്തയല്ല, മനുഷ്യൻ പട്ടിയെ കടിച്ചാലാണ് വാർത്ത. അത് മാത്രം വെച്ച് പണ്ട് പെരുമ്പാവൂർ ഒരു പട്ടി എല്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെയും കടിച്ചു. അപ്പോൾ പുസ്തകം വെച്ച് മാത്രം പത്രപ്രവർത്തനം എഴുതാനാണെങ്കിൽ പട്ടി മനുഷ്യനെ കടിച്ച വാർത്തയല്ലോ എന്ന് കരുതും. പക്ഷേ കൗമുദിയിൽ 1-ാം പേജിലെ കൗതുക വാർത്തയായിരുന്നു. അപ്പം അസാധാരണമായതാണ് വാർത്ത. ഇതാണ് വളരെ ലളിതമായ നിർവചനം. അപ്പോൾ കേരളം വ്യവസായത്തിൽ 28-ൽ കിടക്കുന്ന സംസ്ഥാനം 1-ലേക്ക് എത്തുന്നത് അസാധാരണമാകുമ്പോൾ സ്വാഭാവികമായിട്ടും 1-ാം പേജിലോ ആദ്യത്തെ ലീഡ് വാർത്തകളിലോ ഇടം കിട്ടേണ്ട പ്രാധാന്യമുള്ള ഒന്നായിരുന്നു. പക്ഷേ അത് ചരമ പേജുകൾക്കകത്ത് ഒതുങ്ങിപ്പോയി. മിന്നിമറിയുന്ന വാർത്തയെപ്പോലും ഇപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ, മിന്നിമറിയുന്ന വാർത്തയെപ്പോലും ഇടം കിട്ടാതെ പോയി. ഇന്നലെ ഞാനൊരു മാധ്യമം നോക്കുമ്പോൾ 1-ാമത്തെ പേജിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന കിക്കർ. എന്നിട്ട് ഒരു ബസ്സിന്, ആദിവാസിയുടെ ബസ്സാണ്, ഇതാണോ സംരംഭക, ഇതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. വാർത്തയാകാം, എവിടെ കിട്ടണം എന്നുള്ളത് ഓരോ പത്രത്തിൻ്റെയും നയം പോലെ പ്ലേസ് ചെയ്യാം. ഈ കിക്കറിന് എന്താ ഒരു അവിടെ കൊടുക്കാൻ? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആയിട്ട് എന്താ ബന്ധം? ബസ്സിൻ്റെ സമയം നിശ്ചയിക്കുന്ന ഒരു കമ്മിറ്റിയിൽ മഹാഭൂരിപക്ഷം ബസ് ഉടമകളാണ്. അവർ വക്കീലന്മാരായിട്ടാണ് കമ്മിറ്റിയിൽ തന്നെ വരാം. വേറെ ബസ്സിന് സമയം കൊടുക്കുമ്പോൾ തർക്കമായിരിക്കും, ഏതെങ്കിലും ബസ്സിൻ്റെ ആളുകളുടെ ഇവിടെ അറിയാം. അത് വേണമെങ്കിൽ അങ്ങനെയല്ല, ഇങ്ങനെ കൊടുക്കേണ്ടതാണെന്ന് വാർത്തയ്ക്ക് കൊടുക്കാം. പക്ഷെ അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊരു കിക്കർ കൂടിയിട്ട് കൊടുക്കുമ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി ഇതാണെന്ന് ഇനി 5-8 മാസം ഞാൻ ഇത് തന്നെ വിസ്തീരിക്കണം. ഞാനില്ലെങ്കിൽ നമ്മുടെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ആളുകൾ തന്നെ ഇത് വിസ്തീരിച്ചുകൊണ്ടേയിരിക്കണം. ഇതായിരിക്കും എല്ലായിടത്തും ഓടാനി, സോഷ്യൽ മീഡിയയിൽ ഓടും. അപ്പോൾ കേരളത്തെ ഈ രൂപത്തിലുള്ള കേരള വിരുദ്ധത എന്തിനാണ്? അതാണ് മാധ്യമങ്ങൾ ചിന്തിക്കേണ്ട ഒരു ഭാഗം. ഒരു വാർത്ത കൊടുക്കാം, പക്ഷേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അതല്ല. നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ കേരളത്തിൽ ഇപ്പോൾ 50 കോടി രൂപ വരെയുള്ള വ്യവസായമാണെങ്കിൽ സിസ്റ്റം എടുത്തു വെച്ചാൽ ഒറ്റ മിനിറ്റിൽ നിങ്ങൾക്ക് സ്ഥാപനം തുടങ്ങാം. റെഡ് കാറ്റഗറി ആകരുന്നേ ഉള്ളൂ. 3.5 വർഷത്തേക്ക് ഒരു ലൈസൻസിനെ കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട. 3.5 വർഷത്തിനുള്ളിൽ ആവശ്യമായ ലൈസൻസുകൾ നേടിയാൽ മതി. നമ്മുടെ ഒരു പ്രശ്നം, ഞാൻ സമയം അധികം എടുക്കും, എനിക്കിനി പെരുമ്പാവൂർ പരിപാടി കൂടി എത്താനുണ്ട്. നമ്മുടെ ഈ വസ്തുതയും പ്രചരണവും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഇപ്പം ഞങ്ങൾ ഈ മുൻപത്തെ നിയമസഭാ സെഷനിൽ ഞാൻ ഒരു നിയമമന്ത്രി എന്ന നിലയിൽ അവതരിപ്പിച്ചാൽ ആത്മസംതൃപ്തി തോന്നിയ 2 നിയമങ്ങളുണ്ട്. അതിലൊന്ന് സേവനാവകാശ നിയമമാണ്. ഒരു വിവരാവകാശ നിയമ വിദഗ്ധനും കൂടെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് പിടികിട്ടി തരും. അങ്ങനെ നിയമം ഞങ്ങൾ പാസ്സാക്കിയെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കൈപോക്കി. സേവനാവകാശ നിയമം 2, 3, 4, 5, 6, 7, 8 ഇത്രേ ഉള്ളൂ. 8 പേരുള്ളൂ. സേവനാവകാശ നിയമം കേരള, നിങ്ങളതെല്ലാം നോക്കുന്ന ആളാണല്ലോ. കേരളത്തിൽ ആ നിയമം ഗവർണർ പെട്ടെന്ന് ഒപ്പിടും ചെയ്തു. സാധാരണ കുറച്ച് സമയം ഞങ്ങൾ അങ്ങനെ പോകേണ്ടി വരാറുണ്ട്, പക്ഷെ ഇത് പെട്ടെന്ന് ഒപ്പിട്ടു. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും നൽകേണ്ട സേവനങ്ങൾ ഈ നിയമം പാസ്സാക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഒപ്പിട്ടാൻ ആക്റ്റായി കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ വകുപ്പ് മേധാവികൾ അത് നോട്ടിഫൈ ചെയ്യണം. 6 മാസം കഴിഞ്ഞാൽ, ഒരു ദിവസം കഴിഞ്ഞാൽ 10,000 രൂപ ഫൈൻ അടിക്കും. ജനങ്ങൾക്കല്ല, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിന്. അതിൽ ചിലത് ഡീംഡ് സർവീസസ് ആണ്. നോട്ടിഫൈ ചെയ്യുന്നത് നെയിം ഓഫ് ദ സർവീസ് വിത്ത് ഡെലിവറി ടൈമാണ്. എത്ര സമയത്തിനുള്ളിൽ ഡെലിവറി നടത്തണം. ഡീംഡായ ഒന്നാണെങ്കിൽ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം 5 ദിവസം കൊണ്ട് കിട്ടേണ്ടതാണെങ്കിൽ നിങ്ങൾ നോക്കി ഒരു രക്ഷയും കാണുന്നില്ല. വെറുതെ വീട്ടിൽ ചായയോ കോഫിയോ കുടിച്ച് പത്രമൊക്കെ ടിവിയോ മൊബൈലോ നോക്കിയൊക്കെ ഇരിക്കുക. അടുത്ത 5 ദിവസം കൂടി കഴിഞ്ഞാൽ സിസ്റ്റം എടുക്കുക, ഓൺ ചെയ്യുക, ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡീം ടു ബി അപ്രൂവ്ഡ്. കേരള നിയമസഭ ഒരു നിയമം പാസ്സാക്കി. മറ്റ് സർവീസുകൾ എല്ലാം ഡീംഡാക്കാൻ പറ്റില്ല. പ്രൊസീജിയറലായിട്ട് കുറച്ച് നിയമപരമായ ചില കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സർവീസുകൾ
എപ്പോഴാണോ ഡെലിവറി ചെയ്യേണ്ടത് ആ സമയത്തിനുള്ളിൽ ഡെലിവറി ചെയ്തില്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് പരാതി കൊടുക്കാം അപ്പീൽ അതോറിറ്റിക്ക്. ആ അപ്പീൽ അതോറിറ്റി വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന് 10,000 രൂപ ഫൈൻ അടിക്കാം, ഡിസിപ്ലിനറി ആക്ഷൻ ശുപാർശ ചെയ്യാം. പക്ഷേ ഈ അപ്പീൽ അതോറിറ്റിയും ഈ കൊടുക്കേണ്ട ഉദ്യോഗസ്ഥനും ഉച്ചയ്ക്ക് ഒന്നിച്ച് ഊണ് കഴിക്കുക ചിലപ്പോൾ. അപ്പോൾ അടയിരുന്നു പോകും ഇതുമേ ഈ അപ്പീലുമേ. അങ്ങനെ അടയിരുന്നാൽ ആ ഉദ്യോഗസ്ഥന് 12,000 രൂപ വരെ ഫൈൻ അടിക്കാം. അതിനു കൂടി അധികാരം നൽകുന്ന ഒരു സ്വതന്ത്ര സേവനാവകാശ കമ്മീഷൻ കേരളത്തിൽ ഇപ്പോൾ നിയമത്താൽ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഏകാംഗ കമ്മീഷൻ. ആ കമ്മീഷന് സുവോമോട്ടോ ഏത് ഓഫീസിലും പരിശോധന നടത്താം. ചീഫ് സെക്രട്ടറിയോട് ചോദിക്കണ്ട, ഞാൻ ഈ ഓഫീസിലൊന്ന് പരിശോധിച്ചോട്ടെ, വേണ്ട. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന് 15,000 രൂപ വരെ ഫൈൻ അടിക്കാം. നിങ്ങൾക്ക് സർവീസ് ടൈമിൽ കിട്ടിയില്ല, സർവീസ് ഭാഗികമാണ്, സർവീസ് തൃപ്തികരമല്ല, 3 കണ്ടീഷൻ. അത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഫൈൻ അടിക്കാൻ അധികാരം, അച്ചടക്ക നടപടി എടുക്കാൻ അധികാരം. യഥാർത്ഥത്തിൽ അധികാരമുള്ള ഉദ്യോഗസ്ഥരിലല്ല, ജനങ്ങളിലാണ് ശരിയായ അധികാരം. ഇതാണ് ജനാധിപത്യത്തിൻ്റെ കോൺസെപ്റ്റ്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു 5 വർഷത്തേക്ക് അധികാരമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളൊരു ടെമ്പററി എക്സിക്യൂട്ടീവാണ്, മറ്റേ എക്സിക്യൂട്ടീവ് പെർമനൻ്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്, നമ്മുടെ ബ്യൂറോക്രസി. അവർ ധരിക്കുന്നത് അവരുടെ കയ്യിലാണ്. ശരിക്കും അവരുടെ കയ്യില്ല, ജനങ്ങളുടെ കയ്യിലാണ് അധികാരം. അതാണ് ഈ നിയമം പാസ് 8 പേരെ അറിയുന്നുള്ളൂ. ഇതാണ് മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇതാണ് പ്രതീതി നിർമ്മാണത്തിനകത്താണ് മാധ്യമങ്ങൾ കേന്ദ്രീകരിക്കുന്നത്. വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, വിമർശനാത്മകമായി സമീപിക്കാൻ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണെന്ന ദൗത്യം കേരളത്തിലെ മഹാഭൂരിപക്ഷം മാധ്യമങ്ങൾ നിർവഹിക്കുന്നേയില്ല.